കഞ്ഞിക്കുഴിയിൽ നെല്ലിന് അജ്ഞാത രോഗം 40 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. ഇടുക്കിയുടെ നെല്ലറയായി അറിയപ്പെടുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി പാടശേഖരത്താണ് നിരവധി കർഷകരുടെ കൃഷി നശിച്ചത്. കൃഷിവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും രോഗം കണ്ടെത്താനായില്ല. സർ സിപിയുടെ കാലത്ത് ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായി സർക്കാർ നേരിട്ട് കർഷകരെ കുടിയിരുത്തിയ പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി. പൂർണ്ണമായും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മക്കുവള്ളി ഗ്രാമത്തിൽ പ്രധാന കൃഷിയും നെൽകൃഷിയാണ്. മറ്റുള്ളവയെ അപേക്ഷിച്ച് കൃഷി ചെലവ് കൂടുതലാണെങ്കിലും പരമ്പരാഗത കൃഷി എന്ന രീതിയിൽ കർഷകർ ഓരോ വർഷവും മക്കുവള്ളിയിൽ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതും. കതിരാവേണ്ട നെല്ലിന് അജ്ഞാത രോഗം ബാധിച്ച കൃഷി പൂർണ്ണമായി നശിച്ചു. ഇവിടെ 40 ഹെക്ടർ നിലമാണ് മക്കുവള്ളിയിലുള്ളത്. ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് നിലവിൽ ഇപ്പോഴും നെല്ലിന് കാണുന്നത്. മുഴുവൻ കുപ്പിച്ചു പോയി. കൃഷിക്കാരൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ 1 ഏക്കർ നിലം കിളച്ച് ഒരുക്കി കൃഷി ഇറക്കുമ്പോഴേക്കും ഏതാണ്ട് 45,000 രൂപ മുകളിൽ ചിലവ് വരും. ഈ 45,000 രൂപ മുടക്കി കൃഷി ചെയ്യുമ്പം ഞങ്ങൾക്ക് 1,800 കിലോ നല്ല നെല്ലാണെങ്കിൽ കിട്ടും. ഈ വർഷം 1,800 കിലോ, കഴിഞ്ഞ വർഷം 1,800 കിലോ നെല്ല് കിട്ടുന്ന സ്ഥാനത്ത് ഈ വർഷം 180 കിലോ നെല്ല് പോലും കിട്ടില്ലാത്തൊരവസ്ഥയാണ്. ഒരൊറ്റ മണി നെല്ല് പോലും ഇല്ല. ഇതാണ് ഇവിടുത്തെ ഈ നെല്ലിൻ്റെ പൊതുവായിട്ടുള്ള ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ പാടം. നമ്മൾ ഏത് പാടത്ത് ചെന്നിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് പറിച്ചാലും നടുക്കിറങ്ങിയാലും അരികിലിറങ്ങിയാലും എല്ലാം ഉള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയാണ്. ഇതിനകത്ത് ഒരു നെല്ലില്ല. ഈ ഒരു കതിരിനകത്ത് ഒറ്റ നെല്ലില്ലാത്തതാണ്. ഇതുണ്ടോ, എല്ലാം പതിരാണ്. 40 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് ഒന്നായി നശിച്ചത്. കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിഭവനിൽ നിന്നുള്ള അധികൃതരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും രോഗം എന്തെന്ന് കണ്ടെത്തുവാനായിട്ടില്ല. ഓരോ വർഷവും 1 ഹെക്ടറിൽ നിന്ന് ശരാശരി 1,500 കിലോ മുതൽ 2,500 കിലോ വരെ നെല്ല് മക്കുവള്ളി പാടശേഖരത്തിൽ ലഭിച്ചിരുന്നു. ഇത്തവണ 150 കിലോ പോലും നെല്ല് ലഭിക്കില്ല എന്നാണ് കർഷകരും പറയുന്നത്. കതിരാവേണ്ട നെല്ല് മുഴുവനും പതിരായി മാറിയതോടെ ഒരു വർഷത്തെ അധ്വാനം പാഴായെന്നും കൃഷി ചെലവിനായി മാത്രം ലക്ഷത്തിലധികം രൂപ നഷ്ടമായെന്നും കർഷകർ പറയുന്നു. സർക്കാരിന്റെ പ്രത്യേക പരിഗണനയും ധനസഹായവും ലഭിച്ചാൽ മാത്രമേ മക്കുവള്ളിയിലെ കർഷകർക്ക് നിലനിൽക്കുവാനാവൂ. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം.